ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യണം. ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം സക്സസ്ഫുൾ ആയി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന്റെ ആൻസേഴ്സ് ഉണ്ടാകും. വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. കേരള PSC DME സ്റ്റാഫ് നഴ്സ് 2024 എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിസംബർ 16-ാം തീയതിയാണ്. ആ വിവരം ഏവരും അറിഞ്ഞു കാണുമല്ലോ. ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയ നഴ്സ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ, അതായത് നമുക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഏത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഏതൊരു കാര്യം ചെയ്യുന്നതിന് നമുക്ക് കൃത്യമായ ഒരു ഗോൾ ഉണ്ടാകണം, അതിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകണം. അത് ഏവർക്കും അറിയാവുന്നതാണല്ലോ. ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വീട് വെക്കണം. എല്ലാവർക്കും അറിയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് ഒരു വീട് വെക്കണമെങ്കിൽ എന്താ നമ്മൾ ആദ്യം ചെയ്യുക? നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറെ വിളിച്ച് അതിന് വേണ്ടുന്ന കൃത്യമായ ഒരു പ്ലാൻ വരപ്പിക്കും അല്ലെ. പ്ലാൻ വരപ്പിച്ചു കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ എല്ലാ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ നോക്കും. എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ കൂടെ കൊണ്ട് നമ്മൾ അത് കൃത്യമായിട്ട് നോക്കിക്കും. അത് കഴിഞ്ഞ് എന്താണ്? കൃത്യമായി അതിന്റെ ഓരോ സ്റ്റെപ്പും കൃത്യമായി ആ പ്ലാൻ അനുസരിച്ച്, അല്ലെങ്കിൽ ആ പ്ലാനിലൂടെ ആയിരിക്കും കൃത്യമായിട്ട് അതിന്റെ എല്ലാ സ്റ്റെപ്പും കൃത്യമായിട്ട് പോകുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ നല്ല ഒരു വീട് നിർമ്മിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഈ DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷൻ ഏകദേശം 80,000 പേര്, ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം 80,000 പേര് ആ എക്സാം അപ്ലൈ ചെയ്യുമെന്നും 70,000 അല്ലെങ്കിൽ 75,000 പേര് ആ എക്സാം എഴുതും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പോസ്റ്റിംഗ് കിട്ടുക എത്ര പേർക്കായിരിക്കും? അതിൽ നിന്ന് ജോലി കിട്ടുക എത്ര പേർക്കായിരിക്കും? 1000 അല്ലെങ്കിൽ ഒരു 2000 പേർക്ക്, മാക്സിമം പോയാൽ അല്ലെങ്കിൽ 2000 പേർക്കായിരിക്കും ആ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടുന്നത്. അപ്പോൾ ഈ 70,000 അല്ലെങ്കിൽ 75,000 പേര് എഴുതുന്ന എക്സാമില് ആദ്യത്തെ റാങ്കുകൾ വരണം എന്നുണ്ടെങ്കിൽ കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം. ആ പ്ലാൻ വെറുതെ ഒരു പ്ലാൻ നമ്മൾ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു പ്ലാൻ അത് അങ്ങനെ കളഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ കൃത്യമായി നമ്മൾ ഫോളോ ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്താണ്? ആ പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ആരെങ്കിലും നോക്കാൻ ഒരാൾ വേണം അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹ്യൂമൻ ടെൻഡൻസിയാണ്, നമുക്ക് ഒരു മടി, എപ്പോഴും നമുക്കൊരു മടി ഉണ്ടാവും അല്ലെ. നമ്മൾ എപ്പോഴും മടിയന്മാരായി അല്ലെങ്കിൽ അലസന്മാരായി ഇരിക്കാൻ ഒരു ടെൻഡൻസി ഉള്ളവരാണ് നമ്മൾ മനുഷ്യർ അല്ലെ. അപ്പൊ നമുക്ക് ആരെങ്കിലും നമ്മളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകും അല്ലെ. അപ്പം അങ്ങനെ ഒരു പ്ലാൻ, അതായത് എങ്ങനെ നമുക്ക് ഈ പരീക്ഷ എഴുതി എങ്ങനെ ജോലി മേടിക്കാം എന്ന് കൃത്യമായ ഒരു പ്ലാനുമായിട്ടാണ് ഇന്ന് എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കൃത്യമായി ആദ്യമായി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് മോട്ടിവേഷൻ വേണം അല്ലെ. അതായത് നമുക്ക് കൃത്യമായ ഗോൾ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാകണം. ഏത് തരത്തിലുള്ള വീടാണ്, അതിന് എത്ര റൂം വേണം, റൂമിന്റെ വലുപ്പം എത്രയായിരിക്കണം, അങ്ങനെ കൃത്യമായിട്ട് ഒരു ഗോൾ വേണം അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മുടെ പരീക്ഷയ്ക്ക് എന്താണ്? നമുക്ക് കൃത്യമായി സെറ്റ് ക്ലിയർ ഗോൾസ്, കൃത്യമായ ഗോൾ നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണം. അതിനെ നമ്മൾ എഡ്യൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് 2 തരത്തിലുള്ള ഗോളാണ്. ഒന്ന് ഷോർട്ട് ടേം ഗോൾ, രണ്ടാമത്തത് ലോങ് ടേം ഗോൾ. അതായത് നമുക്ക് നമ്മുടെ വലിയ ഗോളിനെ നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് എന്താണ്? നമ്മൾ ആ ചെറിയ ഗോൾ അല്ലെങ്കിൽ സ്മോൾ ഗോൾസ് നമ്മൾ പതിയെ അറ്റൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താണ്? അതിലേ നമ്മൾ പോയിട്ട് നമ്മുടെ വലിയ ഗോൾ അല്ലെങ്കിൽ ബിഗ് ഗോൾ അല്ലെങ്കിൽ ലോങ് ടേം ഗോൾ നമ്മൾ അറ്റൈൻ ചെയ്യും അല്ലെ. അതിനായിട്ട് നമുക്ക് എക്സാമിന് ഏകദേശം നമ്മളൊരു 6 മാസമാണ് നമുക്ക് അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ സെറ്റ് ക്ലിയർ ഗോൾസില് നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് എന്താണ്? കൃത്യമായിട്ടുള്ള പഠനം, ചിട്ടയായുള്ള പഠനം. അത് കഴിഞ്ഞിട്ട് എന്താണ്? കൃത്യമായുള്ള റിവിഷൻ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ എന്താണ്? കൃത്യമായിട്ടുള്ള ഇവാലുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിന്റെ മാർക്സ് നോക്കുക, മാർക്സ് കമ്പയർ ചെയ്യുക, ഇന്നലത്തേതുമായിട്ട് ഞാൻ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും അല്ലെ. അതായത് ഒരു നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. എന്താണ്? ഈ എക്സാമിന് വേണ്ടി കൃത്യമായി പഠിക്കുന്ന ഒരു നഴ്സിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടാവും. അപ്പം ആ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എത്രാമത് നിൽക്കുന്നു എന്ന് ഒരു ഐഡിയ കൂടി നമുക്കുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് പതിയെ ഇംപ്രൂവ് ചെയ്ത് നമ്മുടെ ലോങ് ടേം ഗോളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, വിഷ്വലൈസ് യുവർ സക്സസ്. അതായത് ഞാൻ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കും, എനിക്ക് 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ എനിക്ക് ശമ്പളമായി
ആയി കിട്ടും എന്ന് ഞാൻ കൃത്യമായി എന്നും കാണുക, ഞാൻ വിഷ്വലൈസ് ചെയ്യുക. അതിലൂടെ എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് എത്താനുള്ള നമ്മുടെ പരിശ്രമം, നമ്മുടെ ഫലവും നമ്മൾ അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് എജൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് ഏത് രീതിയിൽ പഠിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 70,000 പേര് എക്സാം എഴുതുന്ന ഒരു എക്സാം ആണിത്. അപ്പൊ ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാം സക്സസ്ഫുൾ ആയി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതിന് ഉപകരിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ എജൂസ് അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോ ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള, അതായത് എജൂസ് അക്കാഡമിയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഞങ്ങൾ 3 തരത്തിലുള്ള ഇവാലുവേഷൻ ഫോർമാറ്റ് ആണ് ഇപ്പോൾ നൽകുന്നത്. ഓക്കെ, അത് നമ്മൾ പല തരത്തിലുള്ള സ്റ്റഡി സ്ട്രാറ്റജീസ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആണ് എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതില് ഒന്നാമത്തെ കാര്യം, ഇത് സബ്ജക്ട് വൈസ്, ഓക്കെ, സബ്ജക്ട് വൈസ് ഉള്ള അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ്. ഓക്കെ, സോ ഇത് നമ്മുടെ സ്റ്റുഡൻസ് എന്താ ചെയ്യുക, ഏകദേശം ഒരു 15 സെറ്റ് കോപ്പി ഇതിന്റെ എടുക്കുക. ഓക്കെ, ഒരു 15 സെറ്റ് കോപ്പി ഇതിന്റെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുട്ടികളുടെ പേര് എഴുതുക, ഇവിടെ ബാച്ച് എഴുതുക. ഓക്കെ, സപ്പോസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് DME തേർഡ് ബാച്ച്. ഓക്കെ, DME തേർഡ് ബാച്ച് ആണെങ്കിൽ DME തേർഡ് ബാച്ച് എഴുതുക, സബ്ജക്ട് എഴുതുക മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്. ഓക്കെ, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് സബ്ജക്ട് എഴുതുക. അതിനുശേഷം എന്താണ് ഇവിടെ ടോപ്പിക് എഴുതുക. അതായത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, അനാട്ടമി ഓഫ് CNS. ഓക്കെ, CNS അനാട്ടമി. ഓക്കെ, CNS അനാട്ടമി അത് നമ്മൾ എന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, എന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് ആ ഡേറ്റ് എഴുതുക. 4/12/24. ഓക്കെ, 4/12/24 ഡേറ്റ് എഴുതുക. അതിനുശേഷം എന്താണ്, അതിനുശേഷം അതിന്റെ റിവിഷൻ, അതായത് എജൂസ് അക്കാഡമി നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ പീരിയോഡിക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം ഈ ടോപ്പിക്ക് നമ്മൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ മിക്കവാറും അതിന്റെ ഫസ്റ്റ് റിവിഷൻ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. അപ്പൊ ഇവിടെ അതിന്റെ ഡേറ്റ് എഴുതുക, എന്നാണ് ആ റിവിഷൻ ചെയ്തത് എന്നുള്ള ഡേറ്റ് എഴുതുക. രണ്ടാമതായി എന്താണ്, അതായത് അടുത്ത ടോപ്പിക്ക് ഇവിടെ CNS അനാട്ടമി ചിലപ്പോൾ ഒരു 2 പാർട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ CNS അനാട്ടമി 2 എന്ന് എഴുതുക. പിന്നെ CNS ഫിസിയോളജി ആയിരിക്കും. അപ്പൊ അത് എഴുതുക, കൃത്യമായ ടോപ്പിക്ക് എഴുതുക, അതിന്റെ ഡേറ്റ് ഇട്ട് പോവുക. അതിന്റെ ഫസ്റ്റ് റിവിഷൻ, ഓരോ ടോപ്പിക്കിന്റെ ഫസ്റ്റ് റിവിഷൻ അതിന്റെ ഡേറ്റ് എഴുതി ടിക്കറ്റ് പോവുക. അതിനുശേഷം എന്താണ്, കൃത്യമായി നമ്മൾ ഒരു ഡ്യൂറേഷൻ, അതായത് മേ ബി ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ടോപ്പിക്സിന്റെ, അതായത് ആ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സിന്റെ റിവിഷൻ നടത്തുന്നതായിരിക്കും. അപ്പം ആ ഡേറ്റും ഇവിടെ കൃത്യമായിട്ട് സെക്കൻഡ് റിവിഷൻ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു പോവുക. അതിനുശേഷം എന്താണ്, ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ അത്രയും ദിവസം കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്കിന്റെ റിവിഷൻ നൽകുന്നതായിരിക്കും. അപ്പൊ അതും ഇവിടെ റിവിഷൻ 3 എന്നുള്ളിടത്ത് നമ്മൾ ഡേറ്റ് ഇട്ട് കൃത്യമായിട്ട് എഴുതി പോവുക. അങ്ങനെ 4ാമത്തെ റിവിഷൻ ഞങ്ങൾ കൃത്യമായി ഡേറ്റ് തരുന്നതായിരിക്കും. അന്ന് റിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് പോവുക. വീണ്ടും 5ാമത്തെ റിവിഷൻ. അപ്പൊ നമ്മൾ എന്താണ്, ഒരു ടോപ്പിക്ക് നമ്മൾ മിനിമം ഒരു 5 പ്രാവശ്യം നമ്മൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്താണ്, ഇത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതായത് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന ഓരോ കുട്ടികൾക്കും നമ്മൾ മെന്റേഴ്സിനെ അസൈൻ ചെയ്യുന്നതാണ്. അപ്പൊ മെന്റേഴ്സ് വഴി കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്താണ്, കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. രണ്ടാമതായി എന്താണ്, നമ്മൾ കൃത്യമായിട്ടുള്ള എക്സാംസ് നടത്തുന്നതായിരിക്കും. അതായത് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും ആ യൂണിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ആ ക്ലാസ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാം ആയിട്ട് നടത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒരു എക്സാം ഇവാലുവേഷൻ ഷീറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ എക്സാം ഇവാലുവേഷൻ ഷീറ്റിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ കൃത്യമായി നേരത്തെ പറഞ്ഞ പോലെ നെയിം ബാച്ച് ഒക്കെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഓരോ ടെസ്റ്റും ആ ടെസ്റ്റിന്റെ റിസൾട്ട്, ആ ടെസ്റ്റിന്റെ സ്കോർ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്. സപ്പോസ് ടെസ്റ്റ് 1ന്റെ സ്കോർ നിങ്ങൾക്ക് 16, മിക്കവാറും നമ്മൾ 20 മാർക്കിനാണ് നടത്തിയതെങ്കിൽ അതിന്റെ സ്കോർ എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതുക. 16 മാർക്കാണ് കിട്ടിയെങ്കിൽ അത് എഴുതുക. നമ്മൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സെൽഫ് ഇവാലുവേഷൻ, ഓരോ എക്സാമും കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴും നിങ്ങൾ കൃത്യമായ സെൽഫ് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ സെൽഫ് ഇവാലുവേഷനിൽ നമ്മളൊരു ഗോള്, ഒരു ടാർഗറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് 90% മാർക്കാണ്. ഓക്കെ, 90% മാർക്കാണ് ഒരു ടാർഗറ്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ വെക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, സപ്പോസ് ആദ്യത്തെ എക്സാമിന് 20ന് 16 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് വീണ്ടും റിവൈസ് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മാർക്ക് 19, 20. ഓക്കെ, 19, 20
അതിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ക്ലാസ് കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ എഡ്യൂസ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, അതിന്റെ മാർക്ക് കൃത്യമായിട്ട് എൻട്രി ചെയ്തു പോവുക. അങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴുള്ള മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്റേഴ്സിനെ കൃത്യമായിട്ട് ഇതിന്റെ ഫോട്ടോസ് അയക്കുക. ഓക്കെ, ഇവിടെ നിന്ന് മെന്റേഴ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത്, ഒരു വീക്കിലി നമുക്ക് ഇപ്പൊ ഡെയിലി ടെസ്റ്റ് ആണ് ഈ പറഞ്ഞത്. അതായത് ഡെയിലി ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അതിന്റെ ഇവാലുവേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, വീക്കിലി നമ്മള് ഒരു എക്സാംസ് വീണ്ടും, അതായത് ആ വീക്കിൽ കംപ്ലീറ്റ് ചെയ്ത ടോപ്പിക്സിന്റെ എക്സാംസ് നമ്മൾ കൃത്യമായിട്ട് നടത്തുന്നതായിരിക്കും. അപ്പൊ എന്താണ്, ആ എക്സാം അതായത് ആ ടോപ്പിക് നമ്മൾ വീണ്ടും ആ വീക്കിൽ റിവൈസ് ചെയ്യുന്നു. റിവൈസ് ചെയ്തിട്ട് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. അവിടെ അതിന്റെ സ്കോറാണ് നമ്മളിവിടെ റിവിഷൻ. ഓക്കെ, റിവിഷൻ ഫസ്റ്റിന്റെ സ്കോർ ആയിട്ട് എൻറ്റർ ചെയ്ത് പോവുക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് എന്താണ്, ഒരു ടോപ്പിക് തന്നെ പല പ്രാവശ്യം നമ്മൾ പഠിക്കുന്നു. പല പ്രാവശ്യം പഠിക്കുന്നതിലൂടെ നമ്മൾ മറന്നു പോകാതിരിക്കുന്നു. നമ്മൾ വീണ്ടും വീണ്ടും അത് ഓർത്ത് നമ്മൾ എക്സാമിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നു. ഓക്കെ, സോ അതാണ് നമ്മുടെ എക്സാം ഇവാലുവേഷൻ ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഒരു വീക്കിലി ടെസ്റ്റ് ഇവാലുവേഷൻ അല്ലെങ്കിൽ വീക്കിലി എക്സാംസ് ഉണ്ടാകും. അതായത് ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് വീക്കിലി ടെസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിലും ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഇട്ട് അതിന്റെ സ്കോർ, വീക്കിലി സ്കോർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിന് അത് അയച്ചു കൊടുക്കുക. ഓക്കെ, മെന്റേഴ്സ് നിങ്ങളെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവഴി നമുക്ക് എന്താണ്, റെഗുലർ ആയിട്ട് നമ്മുടെ സ്കോർ ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ സ്കോർ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ ആ വഴി നമുക്ക് എക്സാം ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് എക്സാം ഉറപ്പായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയും. അടുത്തൊരു കാര്യം, അതായത് നമ്മുടെ പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അതായത് നമ്മുടെ സ്റ്റഡി പ്രിപ്പറേഷനിൽ നമ്മുടെ പ്ലാനിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് പ്ലാൻ അഹെഡ്, നമ്മൾ നേരത്തെ കാലേ കൂട്ടി നമ്മൾ പ്ലാൻ ചെയ്യുക. അതെന്താണ്, കൃത്യമായിട്ട് നമുക്കൊരു സ്റ്റഡി ടൈം ടേബിൾ, ഓക്കെ, കൃത്യമായിട്ടുള്ള സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ആ സ്റ്റഡി ടൈം ടേബിൾ പാലിക്കുക. ആ ടൈം ടേബിൾ പ്രകാരം നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മൾ ദിവസം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ കൃത്യമായിട്ട് ഇന്ന സമയം നമ്മൾ പഠിക്കും എന്ന് അതിനുവേണ്ടി ആ സമയം മാറ്റി വയ്ക്കുക. ആ സമയം കൃത്യമായിട്ട് പഠിക്കുക. അടുത്തെന്താണ്, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. അതായത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ബ്രേക്ക് ബിഗ് ടാസ്ക് ഇൻടു സ്മോളർ മാനേജബിൾ ചങ്ക്സ്. ഇതിന്റെ വേറൊരു പേര് കൂടെ ഉണ്ട്, ചങ്കിങ് മെത്തേഡ്. ഓക്കെ, ചങ്കിങ് മെത്തേഡ് എന്ന് വളരെ പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന ഒരു മെത്തേഡാണ് ഇത്. അതായത് സപ്പോസ് നമുക്ക് ഒരു വലിയൊരു ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഓക്കെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന ടോപ്പിക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, അതിനെ ചെറിയ ചെറിയ സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് ടൈപ്സ് ഓഫ് MI. ഓക്കെ, എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് MI, പിന്നെന്താണ് വാട്ട് ആർ ദ ഡിഫറെന്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, സപ്പോസ് ECG ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും. ഓക്കെ, അതായത് ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്, അതിന് ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട് അല്ലെ. ആ ഓരോ സ്റ്റേജിലും എന്തൊക്കെ ECG ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ അത് ഡിവൈഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് എന്താണ് അതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്താണ് എന്ന് ചെറിയ ചെറിയ സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ സബ് ടോപ്പിക്സ് പഠിക്കുക. ഓക്കെ, സോ അതാണ് ഈ ഡിവൈഡ് ദ ബിഗ് ടാസ്ക് ഇൻടു മാനേജബിൾ ചങ്ക്സ് എന്ന് പറയുന്നത്. ഈ വലിയൊരു ടോപ്പിക്കിനെ നമ്മൾ ചെറിയ ചെറിയ സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് എന്താണ്, നമ്മൾ ഒരുമിച്ച് നമ്മൾ പഠിക്കുമ്പോഴുള്ള വിരസതയും നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന കൺഫ്യൂഷനും ഒക്കെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പഠിച്ച കാര്യം നമുക്കൊന്ന് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർത്ത് നോക്കാം അല്ലെ. സോ അതിന് നമ്മൾ എന്താ പറയുന്നത്, അതിന് പറയുന്നതാണ് ആക്റ്റീവ് റീകോൾ. ഓക്കെ, അതിന് പറയുന്നതാണ് എന്താ, ആക്റ്റീവ് റീകോൾ. ആക്റ്റീവ് റീകോൾ. ആക്റ്റീവ് റീകോൾ എന്താണ്? ആക്റ്റീവ് റീകോൾ നമ്മൾ സപ്പോസ് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മള് സ്വന്തമായിട്ട്, അതായത് പാസീവ് റീകോൾ അല്ല. പാസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കണ്ടുപോകുന്നേ ഉള്ളൂ. ഇവിടെ ആക്റ്റീവ് റീകോൾ എന്ന് നമ്മൾ വെറുതെ ഇരിക്കുക, വെറുതെ ഇരുന്നിട്ട് കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഓക്കെ, ഓർത്ത് നോക്കുക. ഓർത്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, സപ്പോസ് മാനേജ്മെന്റ് ഓഫ് MI. ഓക്കെ, മാനേജ്മെന്റ് ഓഫ് MIയില് എന്തൊക്കെ വരുന്നുണ്ട്? ഓക്കെ, മോർഫിൻ വരുന്നുണ്ടോ, അതിന്റെ ഡോസേജ് എത്രയാണ്, ഓക്സിജൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അത് നമ്മൾ ഓർത്ത് നോക്കുക. സപ്പോസ് ഏതെങ്കിലും ഒരു കാര്യം ഓർക്കുന്ന കാര്യം നമ്മൾ ഒരു ചെറിയൊരു പേപ്പർ എടുത്ത് അതിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്താണ്, നമ്മുടെ നോട്ട്സും നമ്മുടെ ഈ എഴുതി വെച്ചതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുക. ഇതിൽ മിസ് ആയിട്ടുള്ള പോയിന്റ്സ്, ഓക്കെ, മിസ് ആയിട്ടുള്ള പോയിന്റ്സ് വീണ്ടും അതിൽ വേറൊരു കളർ ഉള്ള ഒരു പേന, അതായത് നമ്മൾ
സപ്പോസ് ബ്ലൂ പെൻ കൊണ്ടാണ് എഴുതിയതെങ്കിൽ വേറെ റെഡ് പെന്നോ അല്ലെങ്കിൽ ഓറഞ്ച് പെന്നോ വെച്ചിട്ട് നമ്മളത് എഴുതി വെക്കുക. നമ്മൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നെക്സ്റ്റ് ടൈം റിവൈസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ മറന്നു പോകാത്ത രീതിയിൽ പഠിക്കാനായിട്ട് കഴിയും. ഓക്കെ, ഇനി നമ്മുടെ എജു സ്റ്റഡി പ്ലാനിൽ വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു. അതായത് ലൈവ് പീരിയോഡിക് റിവിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള റിവിഷൻ തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് കഴിഞ്ഞ എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്താണ്, അതിന്റെ ആൻസേഴ്സ് എന്താണ്, ആ ആൻസറിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്, അതായത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വിത്ത് റാഷണൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ പ്രോബബിൾ എക്സാം ക്വസ്റ്റ്യൻസ്, ഇനി വരുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തു പോകും. അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡെയിലി ആൻഡ് വീക്ക്ലി എക്സാം സീരീസ്, ഓക്കെ, ഡെയിലി എക്സാം സീരീസ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ വീക്ക്ലി എക്സാം സീരീസ് ഉണ്ടാകും. പിന്നെ അതുകൂടാതെ തന്നെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാകും നിങ്ങൾക്ക്. അതായത് നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ എജുസ് അക്കാഡമി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ മെന്റേഴ്സിന് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നതായിരിക്കും. അപ്പം മെന്റേഴ്സ് വഴി കൃത്യമായിട്ടുള്ള ഫോളോ അപ്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ വരുന്ന വേറൊരു കാര്യമാണ് റാങ്ക് ബൂസ്റ്റർ പാക്ക്. എന്താണ് റാങ്ക് ബൂസ്റ്റർ പാക്ക്? അതായത് ഈ പറഞ്ഞ പോലെ അൺലിമിറ്റഡ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, നിങ്ങൾക്ക് സോൾവ് ചെയ്താൽ തീരാത്ത അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞങ്ങളുടെ എജുസ് അക്കാഡമിയുടെ ആപ്പിലൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി ടൈമർ വെച്ച് നിങ്ങൾക്ക് ആ ഓരോ എക്സാംസും അറ്റൻഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള മാർക്ക്, ഓരോ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതായത് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടെ തെറ്റിയ ചോദ്യങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടെ ഞങ്ങൾ അവസാനം ആ എക്സാം കഴിയുമ്പോൾ മാർക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ എന്താണ്, കൃത്യമായിട്ട് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നു എന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അതുകൂടാതെ തന്നെ എജുസ് അക്കാഡമി ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എന്താണ്, ഒരു റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അത് വളരെ ഫ്രീ ആയിട്ടാണ് നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് റാങ്ക് ഫയൽ, എങ്ങനെയാണ് ഈ റാങ്ക് ഫയല് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് കൃത്യമായിട്ടുള്ള എക്സാം സിലബസ്, ഓക്കെ, നമ്മുടെ എക്സാം സിലബസ് ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള നമ്മുടെ എക്സാം സിലബസ് ഫോളോ ചെയ്തിട്ട് വളരെ വിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ ഒരു റാങ്ക് ഫയലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത്. ഇനി വരുന്ന, അതായത് വേറൊരു വീഡിയോയിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോകാം, അതായത് എങ്ങനെയാണ് നമ്മുടെ റാങ്ക് ഫയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതായത് ഓരോ ടോപ്പിക്കും അതിന്റെ അനാട്ടമി മുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസീസ് കണ്ടീഷൻ, അതുകൂടാതെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിന്റെ ആൻസേഴ്സ് ഉണ്ടാകും. അതുകൂടാതെ തന്നെ അതിന്റെ റാഷണൽസ്, ഓക്കെ, എന്തുകൊണ്ടാണ് ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള കാരണം. സോ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അതായത് ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവും, അതിന്റെ ആൻസേഴ്സ് വിത്ത് റാഷണൽ ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൂടാതെ എന്താണ്, വളരെ മനോഹരമായിട്ട് അനാട്ടമി ഉൾപ്പെടെ എല്ലാ സബ്ജക്ട്സും അനാട്ടമി ഉൾപ്പെടെ നമ്മൾ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ ഈ റാങ്ക് ഫയൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത്, അതായത് ഇത് ഡിഫറെന്റ് മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു 6 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ ഞങ്ങൾക്കായിട്ട് തരുന്നത്. അതുകൂടാതെ തന്നെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഓക്കെ, ഓരോ യൂണിറ്റ് തുടങ്ങുമ്പോഴും ആ യൂണിറ്റിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നോർമൽ വാല്യൂസ്, ഓരോ പൊസിഷൻ, തെറാപ്യൂട്ടിക് ഡയറ്റ് എന്താണ്, സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചായിരിക്കും ഞങ്ങൾ ഈ റാങ്ക് ഫയൽ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വളരെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റാങ്ക് ഫയൽ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ കാണാം, അതായത് കാർഡിയോളജി ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഓരോ അരത്മിയ, അല്ലെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാണ് അരത്മിയ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അരത്മിയ, അതിന്റെ ECG ചേഞ്ച് എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, അങ്ങനെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് വളരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു റാങ്ക് ഫയൽ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയുമാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മുടെ വരുന്ന DME സ്റ്റാഫ് നഴ്സ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതുക. അതിന് എജുസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഭാഗങ്ങളിലും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. അടുത്ത പ്രാവശ്യം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.